ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും തന്നെ മസ്തി വിത്ത് മസ്താനി ഷനവാസിക്കയുടെ പുതിയ ഇൻ്റർവ്യൂ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി ബിഗ് ബോസിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരുപാട് പേരുണ്ട് അവിടെ. അഭിലാഷുണ്ട്, ഒനീലുണ്ട്, അക്ബറുണ്ട്. അവരോടൊന്നും ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് അനീഷേട്ടനുമായിട്ട് ബിൽഡപ്പ് ചെയ്തെന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ മസ്താനി ചോദിച്ചത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഷനവാസിക്ക പറയുന്ന ഉത്തരം എന്താണെന്ന്, എൻ്റെ ഗെയിം അത് ഭയങ്കരമായിട്ട് ഷാനവാസിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും കാര്യങ്ങളുമൊക്കെ. ഇപ്പം ഷാനവാസിക്കയ്ക്ക് അറിയത്തില്ല അതൊരു ഗെയിമായിട്ടാണോ പുള്ളിക്കാരൻ അവിടെ നിന്ന്, അതൊരു സ്ട്രാറ്റജി ആയിരുന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഷാനവാസിക്കയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു ഗെയിമായിരുന്നു, അതൊരു സ്ട്രാറ്റജി പിടിച്ചാണ് നിന്നത്. അപ്പം ഈ ഒരു പുള്ളിക്കാരനെ ഒരിക്കലും വേറൊരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പോടെ അല്ലെങ്കിൽ സൗഹൃദത്തോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷാനവാസിക്ക ആദ്യം തന്നെ പറയുന്നുണ്ട്, അത് ആദ്യം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തുടർന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് ഒരു നല്ലൊരു ബോണ്ടായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. സ്ഥിരം ഒരു 2, 3, 4, 5 പ്രാവശ്യം വിളിക്കുകയും സജഷൻസ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ബോണ്ട് ഇപ്പോഴും ഒരു 10 മടങ്ങായിട്ട് ഇപ്പോഴും അത് മുന്നേറുന്നുണ്ട്. അപ്പോൾ തന്നെ അനീഷേട്ടൻ്റെ ഷനവാസിക്കയോടുള്ള ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പലരോടിൽ നിന്നും വ്യത്യസ്തമായാണ് ഷനവാസിക്കയോടുള്ള ബിഹേവിയർ ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷനവാസിക്കയുടെ വിശേഷങ്ങൾ തിരക്കുന്നു, എന്തുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നു, വിശേഷങ്ങൾ, ഫുഡ് കഴിച്ചതിൻ്റെ കാര്യം ചോദിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആക്കേണ്ടത്. അല്ലാതെ എപ്പോഴും നമ്മുടെ നെഗറ്റീവ് പറഞ്ഞ് നടക്കുക, നമ്മളെ എപ്പോഴും ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രം വാതുറക്കുക എന്നുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ല. അപ്പോൾ ആ ഒരു മോഡിലാണ് ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടനെ ഫ്രണ്ട്ഷിപ്പ് ആക്കാമെന്ന് തന്നെ ഫ്രണ്ട് ആക്കാമെന്ന് തന്നെ ഷനവാസിക്ക വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളും കണ്ട കാര്യമാണ് ഷനവാസിക്ക അനേവിനുമായിട്ടുള്ള പ്രോബ്ലത്തിൽ എത്രത്തോളം ടെൻഷൻ അടിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വെപ്രാളത്തിൽ പോയി ഈ മെഡിസിനൊക്കെ നോക്കുന്നു, അനീഷേട്ടൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഷനവാസിയുടെ കാര്യം ചോദിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടാണ്. അപ്പോൾ അവർ തമ്മിലൊരു ബോണ്ടിങ് ആ ഒരു ഗെയിമിൻ്റെ ഭാഗമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നു, ജയിൽ നോമിനേഷൻ ചെയ്യുന്നു, അല്ലാത്ത നോമിനേഷൻ ചെയ്യുന്നു, അങ്ങനത്തെ നോമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവർ തമ്മിൽ രണ്ടൊരു ഹ്യൂമൻ ബീങ്സ്, അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ബോണ്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീങ്സാണ് അവർ രണ്ടുപേരും. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ അനീഷേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും തന്നെ കീപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം 10 മടങ്ങായിട്ട് കൂടി എന്നാണ് ഷാനവാസിക്ക പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ അത് എപ്പോഴും അനീഷേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ, അതായത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഷനവാസിക്ക, വീഡിയോ കോൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഷനവാസിക്ക് അറിയാം. എന്തോ ഒരു പുതിയ കാര്യങ്ങളുണ്ട്, അത് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒക്കെ ഷാനവാസിന് അതറിയാം, അത് ഷാനവാസ് ഇപ്പോൾ പറയരുത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്, അതായത് ഷാനവാസിക്ക് അനീഷേട്ടനെ വിളിച്ചപ്പോൾ അനീഷേട്ടൻ്റെ സന്തോഷവും ഷാനവാസിക്കയുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇവരുടെ സന്തോഷം കാണുമ്പോൾ. അതേപോലെ തന്നെ മസ്താനി ഒരു സ്റ്റിക്കർ പറിച്ച് കളഞ്ഞത് മസ്താനിയായിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ BB7 അത് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും പലർക്കും. ഇവരുടെ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. വേറൊരു സീസണിലും ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. റോബിൻ രാധാകൃഷ്ണൻ്റെ സീസണിൽ റോബിനുണ്ടായിരുന്നു ഇത്രയും ഒരു ഇമ്പാക്റ്റ്, കണ്ടോ? അതല്ലാതെ തന്നെ പിന്നെ വന്നൊരു സീസണിലും ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിന്നിട്ടുള്ളൊരു വേറൊരു സീസണില്ല. എപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 to 7 വരെ ഉള്ളതിൽ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നിലനിന്നിട്ടില്ല ഇതുവരെ. എന്തായാലും ഈവിൾ സൈ കിട്ടാതിരിക്കട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും. അപ്പം അനീഷേട്ടനുമായിട്ടുള്ള ഒരുപാട്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അനീഷേട്ടനുമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മുന്നേറട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എപ്പോഴും ഫ്രണ്ട്സ് എന്നുള്ളൊരു ഉപരി ഒരു വലിയൊരു ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ ഷാനവാസ് ആൻഡ് അനീഷ് എന്ന് പറയുന്നൊരു സംഭവം വരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആരാധകർക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇവരുടെ 2 ക്വാളിറ്റി പോലെ തന്നെ ഇവരുടെ 2 ഫാൻസിൻ്റെ കാര്യം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡിങ് നടത്തുന്നില്ല. ബാക്കിയുള്ള ചിലരുടെ ഫാൻസാണ് ഫുൾ ഡീഗ്രേഡിങ് നടത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് നടത്തുന്നുണ്ട്. കാരണം അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് അവർ തമ്മിലൊരു ഡീഗ്രേഡിങ് നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോഴും കൊമൻസിൽ, ഇപ്പോൾ എൻ്റെ കൊമൻസ് തന്നെയാണ് വന്ന് ഒരുപാട് പേര് അത് ആരുടെ PR ആണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇടുന്നത്. ഇനിയും വല്ലതും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ എന്നും അറിയത്തില്ല. എന്തായാലും നല്ല രീതിയിൽ ഇപ്പോഴും ഒരു PR ഡീഗ്രേഡിങ് കമൻസ് ഇപ്പോഴും നടക്കുന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. എപ്പോഴും ഷനവാസിക്ക് അനീഷേട്ടനും ഷനീഷ് എന്ന് പറയുന്ന ഒരു ട്രൂ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് നിലനിൽക്കുകയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിവേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.